വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. ഇന്ന് നമ്മൾ കാറ്ററ്റ് കാറ്റഗറി 4 ആണ്, 4ലെ മലയാളം ആണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. കാറ്ററ്റ് കാറ്റഗറി 4 മലയാളം 2023 നടന്ന മലയാളം കാറ്ററ്റ് കാറ്റഗറി 4ലാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യത്യസ്തമായ അർത്ഥം വരുന്ന പദം ഏത് എന്നാണ് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിലെ വ്യത്യസ്തമായ അർത്ഥം വരുന്ന പദം അല്ലേ. അപ്പം ഏതൊക്കെയാണ് ഓപ്ഷൻ? ഭ്രമരം, മധുകരം, ഇന്നിതിരം, സാരമേയം. അപ്പോൾ വ്യത്യസ്തമായ അർത്ഥം വരുന്നത് ഇതിലേതാണ് ആൻസർ? സാരമേയം അല്ലെ. സാരമേയം എന്നതാണ് ഇതിലെ വ്യത്യസ്തമായ അർത്ഥം വരുന്ന പദം എന്ന് പറയുന്നത്. രണ്ടാമതായി, പ്രദോഷം എന്ന പദത്തിന്റെ അർത്ഥം എന്ത് എന്നാണ് ചോദ്യം. പ്രദോഷം, പ്രദോഷം എന്ന എന്ന പദത്തിന്റെ അർത്ഥം അല്ലെ. ഓപ്ഷൻസ്: നിലാവ്, ആപത്ത്, സായാഹ്നം, അസ്തമയ സന്ധ്യ. നമ്മൾ പ്രദോഷം എന്ന പദത്തിന് അർത്ഥം കൊടുക്കുന്ന ഏതായിരിക്കും ഇതില്? അസ്തമയ സന്ധ്യക്കാണ് നമ്മൾ എന്ത് പറയാ? പ്രദോഷം എന്ന് പറയുന്നത്. അപ്പൊ ശരിയായ ആൻസർ അസ്തമയ സന്ധ്യയാണ്. നിലാവ്, ആപത്ത്, സായാഹ്നം ഇതൊന്നും അല്ല. അതിൽ ശരിയായ അർത്ഥം പ്രദോഷം എന്ന് പറയുമ്പോൾ അസ്തമയ സന്ധ്യ എന്ന് മനസ്സിലാക്കുക. അടുത്തത് ഏറെ പരിചിതമായ ഒരു നോവലിനെ കുറിച്ചാണ് അല്ലെ. ആ നോവലിലെ ഏതാനും കഥാപാത്രങ്ങളെ പറഞ്ഞുകൊണ്ടാണ് ചോദ്യം. എന്താണ്? ആന്റണി, ഭാസ്കരൻ, സഹീർ എന്നിവർ ചേർന്ന് രൂപീകരിച്ച ആഭാസ സുഹൃത്ത് സംഘത്തെക്കുറിച്ച് പരാമർശിക്കുന്ന നോവൽ. ആന്റണി, ഭാസ്കരൻ, സഹീർ എന്നിവർ ചേർന്ന് രൂപീകരിച്ച ആഭാസ സുഹൃത്ത് സംഘത്തെക്കുറിച്ച് പരാമർശിക്കുന്ന നോവൽ ഏത്? ഓപ്ഷൻസ് നോക്കൂ. ഏതൊക്കെയാണ്? നിരീശ്വരൻ, പുറ്റ്, പൊനം, പ്രവാസി അല്ലെ. ഇതിൽ ശരിയായ ഓപ്ഷൻ ഏതാണ്? നിരീശ്വരനാണ്. നിരീശ്വരൻ വിജെ ജെയിംസിന്റെ നോവലാണ് ഇത്, നിരീശ്വരൻ. അതില് ഈ 3 സുഹൃത്തുക്കളും കൂടി ഒരു നിരീശ്വരൻ എന്ന് പറയുന്ന, അതായത് ഒരു ഈശ്വരനെ സ്ഥാപിക്കുകയാണ്, നിരീശ്വരൻ എന്ന് പേര് കൊടുത്തിട്ട്. ഇതിന് 2017 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്ന കൃതിയാണിത്. 2017 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നു. 2019 ഇതിന് വയലാർ അവാർഡും കിട്ടുന്നു. ഒരുപാട് അവാർഡുകളൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട് വിജെ ജെയിംസിന്റെ നിരീശ്വരൻ എന്ന നോവൽ. അതിലെ 3 സുഹൃത്തുക്കളാണ് നമ്മൾ പറഞ്ഞില്ലേ, ആന്റണി, സഹീർ, പിന്നെ ആരാണ്? ഭാസ്കരൻ അല്ലെ. ആന്റണി, ഭാസ്കരൻ, സഹീർ എന്നീ ഈ 3 സുഹൃത്തുക്കളാണ് അതിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: സൂസന്നയുടെ ഗ്രന്ഥപുര എന്ന കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു അല്ലെ? സൂസന്നയുടെ ഗ്രന്ഥപുര എന്ന കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു? എ നിരൂപണം, ബി നോവൽ, സി ചെറുകഥ, ഡി അനുഭവക്കുറിപ്പുകൾ. ഏത് വിഭാഗത്തിലാണ്? നോവൽ വിഭാഗത്തിലാണ് സൂസന്നയുടെ ഗ്രന്ഥപുര എന്ന കൃതി വരുന്നത്. ഓക്കെ, നോവൽ വിഭാഗത്തിൽ. ആരാണിത് എഴുതിയിരിക്കുന്നത്? അജയ് പി മങ്ങാട്ട്. അജയ് പി മങ്ങാട്ടിന്റെ നോവലാണിത്, സൂസന്നയുടെ ഗ്രന്ഥപുര. അപ്പൊ നോവൽ വിഭാഗത്തിൽ പെടുന്നു. അജയ് പി മങ്ങാട്ടിന്റെ നോവലാണ് സൂസന്നയുടെ ഗ്രന്ഥപുര. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആനന്ദ് രചിച്ച കൃതി ഏത്? ഓപ്ഷൻസ്: ആവിലായിലെ സൂര്യോദയം, ആൾക്കൂട്ടം, ആൾക്കൂട്ടത്തിൽ തനിയെ, പ്രവാചകന്റെ വഴി. ഇതില് ആനന്ദ് രചിച്ചിരിക്കുന്ന കൃതിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഏതാണ് ആനന്ദ് രചിച്ച കൃതി? ആൾക്കൂട്ടമാണ്. ആൾക്കൂട്ടം എന്ന് പറയുന്ന കൃതി ആനന്ദ്, ഇതിൽ താഴെ നൽകിയിരിക്കുന്നവയിൽ ആനന്ദിൻ്റെതായ കൃതിയാണിത്. അടുത്തത്, സി വി രാമൻ പിള്ളയുടെ താഴെ പറയുന്ന കഥാപാത്രങ്ങളിൽ വേറിട്ട് നിൽക്കുന്നതാര്? സി വി രാമൻ പിള്ള അദ്ദേഹത്തിന്റെ കുറച്ച് കഥാപാത്രങ്ങളെ കൊടുത്തിട്ടുണ്ട്. അതിൽ വേറിട്ട് നിൽക്കുന്ന ഏത് കഥാപാത്രമാണെന്ന് നോക്കാം. എ കാളിയുടയാൻ ചന്ദ്രക്കാരൻ, ബി പെരിഞ്ചക്കോടൻ,
സി കാളിപ്രഭാഭട്ടൻ, ഡി മാണിക്യഗൗണ്ടൻ. അതിലേതാണ് വേറിട്ട് നിൽക്കുന്നത്? പെരിഞ്ചക്കോടനാണ് അല്ലേ, പെരിഞ്ചക്കോടൻ. എന്താണ് കാരണം നോക്കൂ. അതായത് ഇവിടെ നോക്കാം, ധർമ്മരാജയിലെ ചിലമ്പനെഴിയത്ത് കാളിയുടയാൻ ചന്ദ്രക്കാര പ്രഭുവാണ് രാമരാജ ബഹദൂറിൽ കാളിപ്രഭാഭട്ടൻ, മാണിക്യഗൗണ്ടൻ എന്നീ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഓക്കെ, അപ്പം ധർമ്മരാജയിലുള്ള കഥാപാത്രം ചന്ദ്രകാരൻ എന്ന് പറയുന്ന ആ കഥാപാത്രം തന്നെയാണ് വേറെ പേരില് രാമരാജ ബഹദൂറിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം പിന്നെ അതിൽ വേറിട്ട് നിൽക്കുന്ന കഥാപാത്രം പെരിഞ്ചക്കോടനാണ്. ഓക്കെ, നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. ക്ഷോണി രൂപജ്ഞിയുടെ വാണി നിശമ്യ പുനരേണി വിലോചന നടുങ്ങി അല്ലെ എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ ദണ്ഡകം രചിച്ചതാര്? ഓപ്ഷൻസ്: ഇരയമ്മൻ തമ്പി, ഉണ്ണായി വാര്യർ, കോട്ടയം തമ്പുരാൻ, ഇരട്ടക്കുളങ്ങര രാമവാര്യർ. ശരിയായത് ഇരയമ്മൻ തമ്പിയാണ്, അദ്ദേഹത്തിൻ്റെയാണ് ആ ദണ്ഡകം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രചയിതാവും കൃതിയും ശരിയായി വരുന്ന ജോഡി ഏത്? അപ്പം ജോഡി ഇത് തെറ്റായിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ രചയിതാവും ആ കൃതി എന്തായിരിക്കണം? ശരിയായി വരണം അല്ലെ. അപ്പൊ ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കൂ. എ വിഷകന്യക, വിഷകന്യകയുടെ നേരെ ആ എഴുത്തുകാരൻ ആരാണെന്ന് അവിടെ കൊടുത്തിരിക്കുന്നത്? ഉറൂബ് അല്ലെ. ബി സമുദ്രശില, KR മീര. സി കൊമാല, NS മാധവൻ. ഡി ഭ്രാന്താലയം, P കേശവദേവ്. ഇതിൽ ശരിയായ ജോഡി ഏതാണ്? ഭ്രാന്താലയം. P കേശവദേവിന്റെ ഭ്രാന്താലയം എന്ന് പറയുന്നത് മാത്രമേ ഇവിടെ ശരിയായിട്ടുള്ളൂ അല്ലേ. അപ്പൊ എന്നാൽ ഈ ജോഡിയിൽ ഏതൊക്കെയാണ്? മറ്റുള്ള ജോഡി നോക്കൂ. വിഷകന്യക, വിഷകന്യക ആരുടെ കൃതിയാ? SK പൊറ്റക്കാടിന്റെയാണ്. SK പൊറ്റക്കാട് രചിച്ച കൃതിയാണ് വിഷകന്യക. സമുദ്രശില സുഭാഷ് ചന്ദ്രന്റെ കൃതിയാണ് അല്ലെ, സുഭാഷ് ചന്ദ്രൻ. കൊമാല എഴുതിയത് ആരാണ്? സന്തോഷ് ഏച്ചിക്കാനമാണ് കൊമാല എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ആ ജോഡി, ശരിയായ ജോഡി, ഓപ്ഷനിൽ തന്നിരിക്കുന്ന ശരിയായ ജോഡി ഏതായിരുന്നു? ഭ്രാന്താലയം, P കേശവദേവിന്റെ ഭ്രാന്താലയം. മറ്റുള്ളവ തെറ്റായിരുന്നു. ശരിയായത് ഇവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂരണാനുപ്രയോഗത്തിന് ഉദാഹരണം ഏത്? അല്ലെ, അനുപ്രയോഗം എന്ന വിഭാഗത്തിൽപ്പെട്ട ഒന്നാണ് പൂരണാനുപ്രയോഗം. അതിലെ ഓപ്ഷൻസ്: ചെയ്തു കൊള്ളാം, പറഞ്ഞു പോയി, ഉണ്ടാകുന്നു, ചെയ്തിട്ടുണ്ട്. അതില് പൂരണാനുപ്രയോഗത്തിന് ഉദാഹരണം ഏതായിരിക്കും? ഉണ്ടാകുന്നു എന്നതാണ്. ഉണ്ടാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. മഞ്ചീരം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? എന്താണ് മഞ്ചീരം എന്ന് പറഞ്ഞാല്? ഓപ്ഷൻസ് നോക്കൂ. കിലുക്കം, പട്ടുവസ്ത്രം, രക്തചന്ദനം, കാൽച്ചിലമ്പ്. ഏതാണ്? കാൽച്ചിലമ്പ് എന്നതാണ് മഞ്ചീരം എന്ന പദത്തിന്റെ അർത്ഥം. ഏതാണ്? കാൽച്ചിലമ്പ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന സാഹിത്യകാരന്മാരും തൂലികാ നാമങ്ങളും അടങ്ങുന്ന ജോഡികളിൽ ശരിയായ ജോഡി ഏത്? സാഹിത്യകാരന്മാരും അവരുടെ തൂലികാ നാമങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. അതിൽ ശരിയായ ജോഡി ഏത് എന്നാണ് ചോദ്യം. 1 VP അയ്യപ്പൻ, കോവിലൻ. MK മേനോൻ, ഉറൂബ്. മാധവൻ നായർ, തിക്കോടിയൻ. സി ഗോവിന്ദ പിഷാരടി, നന്ദനാർ. ഇതിലേതാണ് ശരിയായ ജോഡി? നോക്കാം. ആരുടെയാ? VP അയ്യപ്പൻ അല്ലെ, കോവിലൻ. കോവിലനെ പറയുന്നു VP അയ്യപ്പൻ. എന്നാൽ മറ്റുള്ളതൊക്കെയോ? മറ്റു ജോഡികളൊക്കെ തെറ്റായതാണ്. അങ്ങനെയാണെങ്കിൽ ശരിയായി ക്രമീകരിച്ചിരിക്കുന്നത് നോക്കൂ. ഉറൂബിന്റെ PC കുട്ടിക്കൃഷ്ണൻ എന്ന ആളാണ് ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് അല്ലേ. P കുഞ്ഞനന്ദൻ നായർ തിക്കോടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നു. PC ഗോപാലൻ നന്ദനാർ എന്ന തൂലികാ നാമത്തിലും അറിയപ്പെടുന്നു. അപ്പം ചോദ്യങ്ങളിൽ തന്നിരിക്കുന്ന ആ ജോഡികള് VV അയ്യപ്പൻ, കോവിലൻ എന്ന് പറയുന്ന ആ തൂലികാ നാമവും എഴുത്തുകാരനും മാത്രമാണ് അവിടെ ശരിയായി വന്നിരിക്കുന്നത്. മറ്റുള്ളവ തെറ്റായിരുന്നു അല്ലെ. അപ്പൊ ശരിയായ രീതിയിൽ നമ്മളിത് ക്രമീകരിച്ചു. ഉറൂബ്, PC കുട്ടിക്കൃഷ്ണൻ, തിക്കോടിയൻ, P കുഞ്ഞനന്ദൻ നായർ, നന്ദനാർ, PC ഗോപാലൻ.
അധര വ്യായാമം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? അധര വ്യായാമം. അധര വ്യായാമം എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥശൂന്യമായ സംസാരം, കഠിനമായ അധ്വാനം, പേരിന് വേണ്ടിയുള്ള വ്യായാമം, പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കൽ. ഏതാണ് ഇതിലെ ശരിയായ പ്രയോഗം? അർത്ഥശൂന്യമായ സംസാരം അല്ലെ? ഈ അർത്ഥശൂന്യമായ സംസാരത്തെ കുറിക്കാനാണ് നമ്മൾ എന്ത് പറയുന്നത്? അധര വ്യായാമം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വേർപിരിയലാണിവിടെ നീതി, വിരഹത്തിന്റെ നേർതിരിയലാണിവിടെ മാനുഷിക ദർശനം. ഡി വിനയചന്ദ്രന്റെ ഏത് കവിതയിലുള്ളതാണ് ഈ വരികൾ? വേർപിരിയലാണിവിടെ നീതി, വിരഹത്തിന്റെ നേർതിരിയലാണിവിടെ മാനുഷിക ദർശനം. ഡി വിനയചന്ദ്രന്റെ കവിതയാണ്. അത് ഏത് കവിതയിലുള്ളതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. എ വീട്ടിലേക്കുള്ള വഴി, ബി നരകം ഒരു പ്രേമ കവിത എഴുതുന്നു, സി മൃതഗന്ധം, ഡി പോവുക പ്രിയം വധേ. ഏതാണ്? ഏത് കവിതയിലെ വരികളാണ്? ഡി വിനയചന്ദ്രന്റെ പോവുക പ്രിയം വധേ എന്ന കവിതയിലെ വരികളാണ് അവിടെ നൽകിയിരിക്കുന്നത്. അടുത്തത് ഡി വിനയചന്ദ്രന്റെ പോവുക പ്രിയം വധേ അല്ലെ? ആ ഒരു കവിതയിലുള്ളതാണ്. പിന്നെ എന്താണ് കൂടുതൽ പറയാനുള്ളത്? പാരിസ്ഥിതിക ദർശനം തുളുമ്പുന്ന ഒരു കവിതയാണിത്. പാരിസ്ഥിതിക ദർശനം തുളുമ്പുന്ന കവിത. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകത്രയത്തിൽ ഉൾപ്പെടുന്നത് ഏത്? രാമായണ നാടകത്രയങ്ങളാണ് അല്ലെ? ആ ത്രയത്തിൽ ഉൾപ്പെടുന്നത് ഏതെന്നാണ് ചോദ്യം. CN ശ്രീകണ്ഠൻ നായരുടേത്. ഓപ്ഷൻസ്: ചെങ്കോലും മരവുരിയും, ബി അഗ്നിവർണ്ണന്റെ കാലുകൾ, സി ലങ്കാലക്ഷ്മി, ഡി സദാരാമ. ഏതായിരിക്കും രാമായണത്രയത്തിൽ ഉൾപ്പെടുന്നത്? ലങ്കാലക്ഷ്മിയാണ്. ഓക്കെ, ലങ്കാലക്ഷ്മി നോക്കാം. രാമായണ കഥയെ ആസ്പദമാക്കി രചിച്ചതാണ്. കാഞ്ചന സീത 1958, സാകേതം 1965, ലങ്കാലക്ഷ്മി 1974. ഈ കാലങ്ങളിലായിട്ട് ഇവയാണ് രാമായണത്രയങ്ങൾ എന്നറിയപ്പെടുന്നത്. ഏതൊക്കെയാണ്? കാഞ്ചന സീത, സാകേതം, സാകേതം, ലങ്കാലക്ഷ്മി രാമായണത്രയങ്ങൾ എന്നറിയപ്പെടുന്നു അല്ലെ? ആരാണ് രചിച്ചത് എന്ന് ചോദിച്ചാല് ആരാണ്? ശ്രീകണ്ഠൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ. പുരാണിക് എൻസൈക്ലോപീഡിയ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാര്? പുരാണിക് എൻസൈക്ലോപീഡിയ അല്ലെ? ഓപ്ഷൻസ്: വെട്ടം മാണി, വെട്ടൂർ രാമൻ നായർ, കൊട്ടാരത്തിൽ ശങ്കുണ്ണി, ശൂരനാട്ട് കുഞ്ഞൻപിള്ള. ഇതില് പുരാണിക് എൻസൈക്ലോപീഡിയ ഈ കൃതി ആരുടെ രചനയെന്ന് ചോദിച്ചാല് വെട്ടം മാണിയാണ്. വെട്ടം മാണിയുടെ പുസ്തകമാണത് അല്ലെ? അത് പുരാണിക് എൻസൈക്ലോപീഡിയ എന്ന ഗ്രന്ഥം വെട്ടം മാണിയുടേതാണ്. ഇതിഹാസ കാവ്യങ്ങൾക്ക് പുറമെ ഭാരത സംസ്കാരത്തിന്റെ നെടും തൂണുകളായ ഗ്രന്ഥങ്ങളെ കൂടി ഉൾപ്പെടുത്തി രൂപപ്പെടുത്തിയ ഗ്രന്ഥമാണ് പുരാണിക് എൻസൈക്ലോപീഡിയ. ഓക്കെ, ഇതിഹാസ കാവ്യങ്ങൾക്ക് പുറമെ എന്താണ്? ഭാരത സംസ്കാരത്തിന്റെ നെടും തൂണുകൾ എന്ന് കരുതുന്ന ഗ്രന്ഥങ്ങൾ കൂടി ഉൾപ്പെടുത്തി രൂപപ്പെടുത്തിയ ഗ്രന്ഥമാണ് പുരാണിക് എൻസൈക്ലോപീഡിയ, വെട്ടം മാണി. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ചുട്ടെഴുത്ത് അല്ലാത്തതേത്? ചുട്ടെഴുത്ത്. ചുട്ടെഴുത്ത് എന്ന് പറഞ്ഞാല് ചൂണ്ടിപ്പറയാൻ ഉപയോഗിക്കുന്നവയാണ് അല്ലെ? ഏതൊക്കെയാണ് ഓപ്ഷൻസ്? ഇ, എ, ഒ, ആ. ഇതിൽ ചുട്ടെഴുത്തുകൾ ഏതാണെന്ന് ചോദ്യം. ഏതായിരിക്കും ചുട്ടെഴുത്ത് അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഇതിൽ നമുക്ക് ചുട്ടെഴുത്ത് ഏതാണെന്ന് ചോദിച്ചാല് ആ, ഇ, എ ഇവ മൂന്നും എന്താണ്? ചുട്ടെഴുത്താണ്, ചൂണ്ടിപ്പറയാൻ ഉപയോഗിക്കുന്നവയാണ്. അപ്പോൾ ഓ എന്ന് പറയുന്നതോ? ഓ എന്ന് പറയുന്നത് ഒരു സ്വരാക്ഷരം മാത്രം അല്ലെ? അപ്പൊ നോക്കുക, ഓ സ്വയം ഉച്ചാരണക്ഷമമായ അക്ഷരമാണെന്ത്? സ്വരം എന്ന് പറയുന്നത്. അപ്പം ഇതിൽ തന്നിരിക്കുന്നതിൽ ഈ സ്വരാക്ഷരാണ് ഓ എന്ന് പറയുന്നത്. എന്നാൽ ചുട്ടെഴുത്ത് എന്ന് പറഞ്ഞാലോ ചൂണ്ടിപ്പറയാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളെ ചുട്ടെഴുത്തുകൾ എന്ന് പറയും. ഇവിടെ നേരത്തെ പറഞ്ഞു ആ, ഇ, എ ഇതൊക്കെ എന്താണ്? ചുട്ടെഴുത്തുകളാണ്. ഇവിടെ ഓ എന്നത് മാത്രമാണ് ചുട്ടെഴുത്തല്ലാത്തതായി നൽകിയിരിക്കുന്നത്. അടുത്തത്, മുറിവേറ്റ ഭാഗത്ത് രക്തം കല്ലിച്ചു. ഈ വാക്യത്തിലെ കല്ലിച്ചു എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻസ്: ഖിലധാതു, കൃതികൃത്ത്, നാമധാതു,
നികീർണ കർത്തൃകം. ഏതാണ്? നാമധാതു ആണ് അല്ലേ, നാമധാതുവിൽ പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സൗദാമിനി എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? സൗദാമിനി എന്ന പദം അതിന്റെ അർത്ഥമാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ്: വാൾത്തല, ആമ്പൽ, മിന്നൽ പിണർ, മിന്നാമിനുങ്ങ്. എന്താണ് സൗദാമിനി എന്ന വാക്കിനർത്ഥം? മിന്നൽ പിണർ. മിന്നൽ പിണറിനെ സൂചിപ്പിക്കാനാണ് സൗദാമിനി എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തത്, പോയി നാമിത്തിരി വ്യാകരണം വായിലാക്കിയിട്ട് വരുന്നു മന്ദം, നാവിൽ നിന്നപ്പോഴേ പോയിക്കഴിഞ്ഞു നാനാജഗൻ മനോരമ്യ ഭാഷ. പ്രശസ്തമായ ഈ വരികൾ ഉൾപ്പെടുന്ന കവിത ഏത്? ഇത് ഏതോ ഒരു കവിതയിലെ വരികളാണ്, വളരെ പ്രശസ്തമായ ഒരു കവിതയിലെ വരികളാണ്. ഇതേതാണ് കവിത? ശിഷ്യനും മകനും, മാനസാന്തരം, ശിഷ്യനായ ഗുരു, പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും. ഏതാണ്? ഓപ്ഷൻസ് ഡി ആണ്, പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്ന കവിതയിലെ വരികളാണവ. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കൃതിയാണ് അല്ലേ, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കൃതിയാണ് പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും. 800 എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻസ് നോക്കൂ. n + 100, n + 100, l + 100, 8 + 100. ഇതിൽ ശരിയായത് ഏതാ? ഇതെല്ലാം തെറ്റാണ്. അപ്പൊ ശരിയായത് ഏതാ? n + 100. എന്താണ്? 800. ഓക്കെ, 800 എന്ന പദം നമ്മൾ പിരിച്ചെഴുതിയാൽ എന്തായി? n + 100. അവിടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണ്? ഈ രണ്ട് വർണ്ണങ്ങൾ ചേരുന്ന സമയത്ത് ഒരു വർണ്ണം പോയി മറ്റൊന്ന് വരുന്നതിനെ എന്താണ്? ആദേശസന്ധി എന്ന് പറയുന്നത്. അപ്പൊ ആദേശസന്ധിയിൽ പെടുന്നതാണ് ഇത് അല്ലേ. ഇവിടെ എന്താണ്? രണ്ട് വർണ്ണം ചേരുന്ന സമയത്ത് ഇത് പോയിട്ട് മറ്റൊന്ന് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആദേശസന്ധി വിഭാഗത്തിൽ പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കളഭം എന്ന പദത്തിന്റെ നാനാർത്ഥമാകാത്തത് ഏത്? കളഭം എന്ന പദത്തിന്റെ നാനാർത്ഥമാകാത്തതാണ്. എ മണൽത്തിട്ട, ബി ഒട്ടകക്കുട്ടി, സി ചന്ദനക്കൂട്ട്, ഡി ആന. ഇതിൽ നാനാർത്ഥമാവാത്തത് ഏതാ? മണൽത്തിട്ട. മണൽത്തിട്ടയാണ് ഉത്തരമായിട്ട് വരുന്നത് അല്ലെ. ഈ കളഭം, പിന്നെ അതായത് ചന്ദനം, ആന, ഇതൊക്കെ എന്താ? ഇതിന്റെ നാനാർത്ഥമാണ്. ഓക്കെ. അടുത്തത്, മുഹയുദ്ദീൻ മാല എന്ന കൃതിയുടെ രചയിതാവാര്? മുഹയുദ്ദീൻ മാല. ഓപ്ഷൻസ് നോക്കൂ. ഏതൊക്കെയാണ്? എ മോയിൻകുട്ടി വൈദ്യരെ പറയുന്നുണ്ട്, ബി മാളിയേക്കൽ മുഹമ്മദ്, സി ചാക്കീരി മൊയ്തീൻ കുട്ടി, ഡി ഗാസി മുഹമ്മദ്. അല്ലെ, ആരായിരിക്കും? ഇവിടെ ഗാസി മുഹമ്മദ് അല്ലെ. ഗാസി മുഹമ്മദ് ആണ് നമ്മുടെ ഈ മൊയ്തീൻ മാല എന്ന് പറയുന്ന കൃതിയുടെ കർത്താവ്. കാലം കൃത്യമായി രേഖപ്പെടുത്തിയ അറബി മലയാള സാഹിത്യത്തിലെ പ്രഥമ കൃതിയാണ് മൊയ്തീൻ മാല. 1607 ഇത് രചിക്കപ്പെടുന്നത്. കോഴിക്കോട് സ്വദേശിയായ ഖാസി മുഹമ്മദിന്റെ രചന. അടുത്തത്, പുഞ്ചിരി ഹാ കുലീനമാം കള്ളം, നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ടാം. പ്രശസ്തമായ ഒരു മലയാള കവിതയുടെ തുടക്കമാണിത്. കവിത ഏതാണ്? ഓപ്ഷൻസ് നോക്കൂ. എ കുരുക്ഷേത്രം, ബി കുടിയൊഴിക്കൽ, സി ഉജ്ജയിനി, ഡി കളിയച്ചൻ. ഏതാണ്? കുടിയൊഴിക്കൽ എന്ന് പറയുന്ന കവിതയിലെ വരികളാണ് അല്ലെ. കുടിയൊഴിക്കൽ എന്ന കവിതയിലെ വരികളാണ്. കുടിയൊഴിക്കൽ ആരാ എഴുതിയത്? ഏറെ പ്രസിദ്ധമായൊരു കവിതയാണ്. വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. വൈലോപ്പിള്ളി ശ്രീധര മേനോന്റെ കുടിയൊഴിക്കൽ എന്ന പ്രശസ്തമായ കവിതയിലെ തുടക്ക വരികളാണ് പുഞ്ചിരിഹ കുലീനമാം കള്ളം, നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ടാം എന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എൻ മകനെ നിർമ്മലനെ നന്മയെങ്ങും നിറഞ്ഞോനെ, ജന്മദോഷത്തിന്റെ ഭാരമൊഴിച്ചോ പുത്ര, പണ്ട് മുന്നോർ കടം കൊണ്ട് കൂട്ടിയത് വീട്ടുവാനായി, ആണ്ടവർ നീ മകനായി പിറന്നോ പുത്ര. അല്ലെ, ഈ വരികൾ ഏത് കൃതിയിൽ ഉൾപ്പെടുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: പുത്തൻ പാന, ശ്രീ യേശുചരിതം, വിശ്വദീപം, മാർത്തോമാ വിജയം. ഏതാണ്? ഓപ്ഷൻ പുത്തൻ പാനയാണ് ശരിയായി വരുന്നത്.
പുത്തൻപാന അർണോസ് പാതിരിയുടെ ആണ് അല്ലെ. യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രം ആസ്പദമാക്കി അർണോസ് പാതിരി രചിച്ചതാണ് ഇത് പുത്തൻപാന എന്ന കൃതി. പൂന്താനം നമ്പൂതിരിയുടെ ജ്ഞാനപ്പാനയുടെ ചുവട് പിടിച്ചാണ് പുത്തൻപാന രചിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ജ്ഞാനപ്പാനയുടെ ചുവട് പിടിച്ചുകൊണ്ട് പൂന്താനം നമ്പൂതിരിയുടെ ജ്ഞാനപ്പാനയുടെ ചുവട് പിടിച്ചിട്ടാണ് പുത്തൻപാന എന്ന കൃതി രചിച്ചത്. ആരാണ് രചിച്ചതെന്ന് ചോദിച്ചാൽ അർണോസ് പാതിരി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏത്? എ കാലം, ബി ഉമ്മാച്ചു, സി തക്ഷൻ കുന്നു സ്വരൂപം, ഡി മാറ്റാത്തി. ഇതിൽ ഏതാണ് വയലാർ അവാർഡ് ലഭിച്ച കൃതി എന്നാണ് ചോദ്യം അല്ലേ. ഏതാണ്? തക്ഷൻ കുന്ന് സ്വരൂപമാണ്. തക്ഷൻ കുന്ന് സ്വരൂപം UK കുമാരന്റെ നോവലാണ് ഇത്. തക്ഷൻ കുന്ന് സ്വരൂപം UK കുമാരൻ അല്ലെ. ഏത് 2016 ഈ കൃതിക്ക് വയലാർ അവാർഡ് ലഭിക്കുന്നത്. UK കുമാരന്റെ തക്ഷൻ കുന്ന് സ്വരൂപം 2016 വയലാർ അവാർഡ് ലഭിച്ച കൃതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദി എന്ന പദത്തിന്റെ പര്യായമായി വരുന്ന പദജോടി ഏത്? പര്യായമാണ് വേണ്ടത്. ഓപ്ഷൻസിലേക്ക് നോക്കാം. എ നിമ്നക, അത് എന്താണ്? ശൈലം അല്ലെ. ബി സരിത്ത്, അർണവം. സി തരങ്കിണി, വാരിധി. ഡി തടിനി, ആബക. ഒന്നുകൂടെ വായിച്ചു നോക്കാം ക്വസ്റ്റ്യൻ. ഇതാണ് കേട്ടോ, ഈ പറയുന്നതാണ് ഞാൻ എടുക്കുന്നത്. മറ്റേ ഒന്ന് പോക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദി എന്ന പദത്തിന്റെ പര്യായമായി വരുന്ന പദജോടി ഏത്? എ നിമ്നക ശൈലം, ബി സരിത്ത് അർണവം, സി തരങ്കിണി വാരിധി, ഡി തടിനി ആബക അല്ലേ. എന്നാൽ നമ്മളോട് ചോദിച്ച ചോദ്യം എന്താ നോക്കൂ. നദി എന്ന പദത്തിന്റെ പര്യായമാണ് അല്ലെ. നദി എന്ന പദത്തിന്റെ പര്യായമായി വരുന്നത് ഏതാണിതില്? തടിനി അല്ലേ. തടിനി അല്ലെ. തടിനി ആബക, ഇതാണ് നദി എന്ന പദത്തിന്റെ പര്യായമായി വരുന്നത്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏണി എന്ന അർത്ഥമില്ലാത്ത പദം ഏത്? അല്ലെ. ഏണി എന്ന അർത്ഥമില്ലാത്ത പദമാണ് സോപാനം, കവേണി, ഗോവണി, നിസ്രേണി. ഇതൊക്കെയാണ് നമ്മളെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏണി എന്ന പദം, അതായത് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഏണി എന്ന അർത്ഥമില്ലാത്ത പദം അല്ലെ, ഏതാണിതില്? കവേണിയാണ്. കവേണി കേട്ടോ, കവേണി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രയോജക ക്രിയ ഏത് എന്നാണ് ചോദ്യം. പ്രയോജക ക്രിയ. എ പഠിക്കുന്നു, ബി ഉടുക്കുന്നു, സി ഓടിക്കുന്നു, ഡി ഇടിക്കുന്നു. ഇതിലേതാണ് പ്രയോജക ക്രിയ എന്ന് നോക്കാം. ഏതാണ്? ഓടിക്കുന്നു. കാരണം പഠിക്കുന്നു, ഉടുക്കുന്നു, ഇടിക്കുന്നു. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഓടിക്കുന്നു അല്ലേ. അപ്പം എന്താണ് പ്രയോജക ക്രിയ നോക്കൂ. മറ്റാരുടെയെങ്കിലും നിർബന്ധത്താലോ പ്രേരണയാലോ ചെയ്യുന്ന ക്രിയയാണ് പ്രയോജക ക്രിയ അല്ലെ. ആരുടെയെങ്കിലൊക്കെ നിർബന്ധത്താലോ അല്ലെങ്കിൽ പ്രേരണയാലോ ചെയ്യുന്ന ക്രിയയാണ് പ്രയോജക ക്രിയ. ഇവിടെ ഓടിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇത് ഈ പ്രയോജക ക്രിയക്ക് ഒരു ഉദാഹരണമാണ് അല്ലെ. ഓടിക്കുന്നു എന്തോ ഒരു പ്രേരണയാൽ അല്ലെങ്കിൽ നിർബന്ധത്താലാണ് നമ്മൾ എന്താ അവിടെ ആ ഒരു പ്രവൃത്തി അവിടെ ചെയ്യുന്നത്. ഓടിക്കുന്നു, ഓടിക്കുക. അപ്പോൾ ഇവിടെ പ്രയോജക ക്രിയക്ക് ഉദാഹരണം ഏതാണ്? ഓടിക്കുന്നു എന്നാണ്. അടുത്തത്, നിങ്ങൾ അവിടെ പോകണം എന്ന വാക്യത്തിലെ പോകണം എന്ന പദം അല്ലെ, പോകണം എന്ന പദം ഏത് പ്രകാരത്തിന് ഉദാഹരണമാണ്? നിങ്ങൾ അവിടെ പോകണം അല്ലെ. ഏതാണ് വാക്യം? നിങ്ങൾ അവിടെ പോകണം. ഇവിടെ ഈ വാക്യത്തിലെ പോകണം എന്ന പദമാണ് ചോദിക്കുന്നത്. ഈ പോകണം എന്ന പദം ഏത് പ്രകാരത്തിന് ഉദാഹരണമാണ്? അനുജ്ഞായക പ്രകാരം, വിധായക പ്രകാരം, നിയോജക പ്രകാരം, നിർദ്ദേശക പ്രകാരം. ഏതാണ്?
വിധായക പ്രകാരമാണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. വിധായക പ്രകാരം. എന്താണ് വിധായക പ്രകാരം എന്ന് നോക്കാം. ക്രിയ ചെയ്തേ പറ്റൂ എന്ന് കാണിക്കുന്ന പ്രകാരമാണിത്, വിധായക പ്രകാരം. ഓക്കെ, ക്രിയ ചെയ്തേ പറ്റൂ. അവിടെ എന്താണ് പ്രത്യയമായി വരുന്നത്? എന്താണ്? അണം. അണമാണ് അവിടെ പ്രത്യയം. അതായത് നിങ്ങൾ അവിടെ നിർബന്ധപൂർവ്വം അത് ചെയ്തേ പറ്റൂ എന്ന് സൂചിപ്പിക്കുന്നില്ലേ, അങ്ങനെ വരുന്ന പ്രകാരമാണ് വിധായക പ്രകാരം. അണം ആണ് അതിൻ്റെ പ്രത്യയം. നിങ്ങൾ അവിടെ പോകണം എന്ന വാക്യത്തിൽ അവിടെ എന്താണ്? ആ ക്രിയ നമ്മൾ ചെയ്തേ പറ്റൂ അല്ലേ, അത് ഉറപ്പിച്ചവിടെ നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ അവിടെ പോകണം, അവിടെ ഒരു ഉറപ്പിച്ച നിർദ്ദേശമാണുള്ളത്, അത് ചെയ്തേ പറ്റുള്ളൂ. ഇങ്ങനെ പറയുന്ന പ്രകാരം വിധായക പ്രകാരം. അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? നിങ്ങൾ അവിടെ പോകണം എന്ന വാക്യത്തിലെ പോകണം എന്ന പദം ഏത് പ്രകാരത്തിന് ഉദാഹരണമാണ് അല്ലെ? അണം എന്ന പ്രത്യയം വരുന്നു, ഇത് വിധായക പ്രകാരമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നാമങ്ങളിലോ ഭേദങ്ങളിലോ ഉണ്ടാകുന്ന, അവിടെ നിന്ന് കട്ടാണേ. അടുത്ത ക്വസ്റ്റ്യൻ. നാമങ്ങളിലോ ഭേദകങ്ങളിലോ നിന്ന് സവിശേഷ പ്രക്രിയകൾ വഴി ഉണ്ടാകുന്ന പുതിയ ശബ്ദങ്ങളെ വിളിക്കുന്നത് എന്ത്? നാമങ്ങളിലോ ഭേദകങ്ങളിലോ നിന്ന് സവിശേഷ പ്രക്രിയകൾ വഴി ഉണ്ടാകുന്ന പുതിയ ശബ്ദങ്ങളെ വിളിക്കുന്നത് എന്ത് എന്നാണ് ചോദ്യം അല്ലെ. എന്താണ്? വിഭാവകം, തദ്ധിതം, കൃത്ത്, കാരകം. എന്താണ് ആൻസർ ആയി വരുന്നത്? തദ്ധിതമാണ്. തദ്ധിതത്തിനാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അതായത് എന്താണ് തദ്ധിതം നോക്കൂ. നാമത്തിൽ നിന്നോ ഭേദകത്തിൽ നിന്നോ ഉടലെടുക്കുന്ന നാമശബ്ദങ്ങളെ എന്ത് പറയും? തദ്ധിതം എന്ന് വിളിക്കുന്നു. നാമത്തിൽ നിന്നോ ഭേദകത്തിൽ നിന്നോ ഉടലെടുക്കുന്ന നാമശബ്ദങ്ങളെയാണ് തദ്ധിതം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ ചോദ്യം ഒന്നുകൂടെ വായിച്ചു നോക്കാം. നാമങ്ങളിലോ ഭേദകങ്ങളിലോ നിന്ന് സവിശേഷ പ്രക്രിയകൾ വഴി ഉണ്ടാകുന്ന പുതിയ ശബ്ദങ്ങളെ വിളിക്കുന്നത് എന്താണ്? തദ്ധിതം അല്ലെ. ഒന്നുകൂടെ നോക്കൂ. നാമത്തിൽ നിന്നോ ഭേദകത്തിൽ നിന്നോ ഉടലെടുക്കുന്ന നാമശബ്ദങ്ങളെയാണ് തദ്ധിതം എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പദ്യഭാഗം വായിച്ച് അതിന് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉചിതമായ ഉത്തരം കണ്ടെത്തുക. അപ്പൊ നമ്മൾ ഇത്രയും നേരം പരിചയപ്പെട്ട ഈ ചോദ്യങ്ങളൊക്കെ എന്താണ്? ഗദ്യോ പദ്യോ ഭാഗങ്ങളിൽ നിന്നുള്ളതല്ല അല്ലേ. നമുക്ക് വൺ വേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോയതും സാഹിത്യത്തിലുള്ളതും ഒക്കെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളവിടെ പരിചയപ്പെട്ടത്. ഇനി നമ്മൾ ഈ ഒരു കാറ്റഗറി അതായത് കേട്ടറ്റിൻ്റെ ഒരു പാറ്റേൺ അനുസരിച്ച് വരുന്ന പദ്യം ഗദ്യം എന്ന വിഭാഗത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഇവിടെ നൽകിയിരിക്കുന്നത് എന്താ? പദ്യഭാഗമാണ്. പദ്യഭാഗം വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം ഉചിതമായി നമ്മൾ കണ്ടെത്തി എഴുതണം. അപ്പൊ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതിൽ തന്നെ ഉണ്ടാകും. വായിച്ചു നോക്കാം. പൂർണ്ണമാക്കരുതൊരു ചുവരും വിടവുകൾ വേണമേയുറുമ്പിനും പാറ്റയ്ക്കും ചിതലിനും. പൂർണ്ണമാക്കരുതൊരു കതകും കടക്കണം ഗൗളികൾ കിളികളും പൂക്കൾ തൻ മണങ്ങളും. പൂർണ്ണമാക്കല്ലേ ജനൽ മറുപാളിയിൽ പേറ്റുനോവുമായി തള്ളപ്പൂച്ച എത്തട്ടെ മഴയ്ക്കൊപ്പം. പൂർണ്ണമാക്കല്ലേ വീടിൻ മേൽക്കൂര കടന്നോട്ടെ പാവമാക്കള്ളൻ കുഞ്ഞിൻ വിശപ്പാൽ മെലിഞ്ഞവൻ. പൂർണ്ണമായി കൊടുക്കല്ലേ ഹൃദയം വരാമൊരാൾ നാളെ നീ അറിയാത്ത സ്നേഹത്തിൻ ചൂടും പേറി. പൂർണ്ണമാക്കല്ലേ കാവ്യം വായനക്കാരിക്കിടം വേണമേ സ്വകൽപ്പനയ്ക്കകാത്തത് മുഴുമിക്കാൻ. പൂർണ്ണമല്ലൊരു പൂവും പുഴയും കുരുവിയും ചേർത്തിടാമൊരിതൾ ഒരൽപ്പം നീർ ഒരു തൂവൽ. പൂർണ്ണത്തിൽ പൂർണ്ണം ചേർക്കാമേ ജലിത പൂർണ്ണമേ പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണം പോകിലുകത പൂർണ്ണം. ഈ അപൂർണതയിലെ മർത്യനുമിടം ഗുരു പൂർണ്ണനല്ലങ്ങൻ നിന്നു വെളിപാടെനിക്കുണ്ടായി അല്ലേ. അപ്പൊ കവിതയിലെ ചുവരുകളിൽ വിടവുകൾ വേണമെന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണ് എന്നാണ് ചോദ്യം. ആ വരികൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ആർക്ക് വേണ്ടിയാ അല്ലെ. ആൻസർ ഓപ്ഷൻ നോക്കാം. ഗൗളികൾക്ക്, കള്ളന്, ഉറുമ്പിന്, കിളികൾക്ക്. ആർക്ക് വേണ്ടിയിട്ടാ ചുമരിന് വിടവ്?
ഉറുമ്പിന് അല്ലേ, ഉറുമ്പിന് വേണ്ടിയിട്ടാണ് എന്നതിൽ ആ കവിതയിൽ അതിൽ പ്രത്യേകം പറയുന്നുണ്ട്. ചുവരുകളിൽ വിടവുകൾ വേണമെന്ന് പറയുന്നത് ഉറുമ്പിനും പാറ്റയ്ക്കും ചിതലിനും. ഉറുമ്പിന്റെ കൂടെ പാറ്റയും ചിതലും ഒക്കെ അതിൽ കടന്നു വരുന്നുണ്ട്. കള്ളൻ പാവമാണെന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട്? കള്ളനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. വിശന്ന കുട്ടിയെ കണ്ടിട്ടാണ് അല്ലേ. വിശക്കുന്ന കുഞ്ഞിനെ ഓർത്ത് വിഷമിക്കുന്നവനാകയാൽ, വിശപ്പുള്ളവനാകയാൽ, മേൽക്കൂരയിലൂടെ കടക്കുന്നവനാകയാൽ, അപൂർണനാകയാൽ. ഏതാണ് ശരിയായത്? വിശക്കുന്ന കുഞ്ഞിനെ ഓർത്ത് വിഷമിക്കുന്നവനാകയാൽ. അടുത്തത്, കള്ളൻ ഇവിടെ പാവമാണെന്ന് വിശേഷിപ്പിക്കുന്നത് വിശപ്പ് എന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മാത്രം. മർത്യനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? നോക്കൂ, മർത്യന്റെ ഇടവും അപൂർണതയിലാണ്. മർത്യനാണ് പൂർണ്ണതയിലേക്ക് നയിക്കുന്നത്. പൂർണ്ണത്തെ അപൂർണമാക്കുന്നത് മർത്യനാണ്. അപൂർണതയിൽ പൂർണ്ണത ചേർക്കുന്നത് മർത്യനാണ്. ഏതാണ്? മർത്യന്റെ ഇടവും അപൂർണതയിലാണ്. അതാണ് ശരിയായ ഉത്തരം. കാവ്യം പൂർണ്ണമാക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിൽ പറയുന്നുണ്ടല്ലോ, വായനക്കാരിക്ക് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അത് വായിക്കാൻ എളുപ്പമാകുന്നതിന്, വായിക്കുന്നവർക്ക് സങ്കല്പങ്ങൾ നെയ്യുന്നതിന്, ആകാംക്ഷ നിലനിർത്തുന്നതിന്, അറിയാത്ത സ്നേഹം നിലനിർത്തുന്നതിന്. ഏതാണ്? നമ്മൾ വായിക്കുന്ന വായനക്കാരികൾക്ക്, അതായത് വായിക്കുന്നവർക്ക് അവിടെ അവരുടേതായ സങ്കല്പങ്ങൾ നെയ്യണം അല്ലേ. അതിനു വേണ്ടിയിട്ടാണ് ഒരു കാവ്യവും പൂർണ്ണമാക്കരുത് എന്ന് പറയുന്നത്. പൂവ് പൂർണ്ണമല്ലെന്ന് പറയുന്നത് എന്തുകൊണ്ട്? പറയുന്നില്ലേ, പൂവിന് ഒരിതൾ കൂടി വേണമെന്ന്. അതിൽ ഒരിതൾ കൊഴിഞ്ഞത് കൊണ്ടാണ്, ഒരു തൂവൽ കുറവുള്ളത് കൊണ്ട്, ഒരിതൾ ചേർക്കാനാകുമെന്നതിനാൽ, ജലം ലഭിക്കാത്തതിനാൽ. എന്തുകൊണ്ടാ അവിടെ ഓപ്ഷനിൽ ഉള്ള കറക്റ്റ്? ഒരിതൾ ചേർക്കാനാകുമെന്നതിനാലാണ് പൂവ് പൂർണ്ണമല്ല എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ആ ഒരു പാറ്റേൺ, അതായത് പദ്യഭാഗം അവിടെ അവസാനിച്ചു. പദ്യം വായിച്ചിട്ട് അതിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്ന ഒരു ഭാഗം അവിടെ കഴിഞ്ഞു. ഇനി അടുത്ത ഒരു ഭാഗം എന്താണ് വരുന്നത്? ഗദ്യഭാഗമാണ്. ഗദ്യഭാഗം വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകുക അല്ലെ, കണ്ടെത്തുക. അപ്പൊ ഗദ്യഭാഗത്തിലേക്ക് കടക്കാം, വായിക്കാൻ നോക്കാം. എഴുത്തും വായനയും പഠിച്ചിരുന്നവരെ സാക്ഷരരെന്ന് വിളിച്ചിരുന്ന കാലം ചരിത്രത്തിന്റെ ഭാഗമാണ്. വർത്തമാനകാല സാക്ഷരത നവമാധ്യമ സാക്ഷരതയാണ്. സാങ്കേതിക ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ച് മാധ്യമങ്ങളുടെ സ്വഭാവത്തിനും ഉപയോഗരീതിക്കും മാറ്റം സംഭവിക്കുന്നു. ഈ മാറ്റം പൂർണ്ണമായും ഉൾക്കൊണ്ടുവേണം വ്യക്തികൾക്ക് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുവാൻ. വ്യക്തമായി പറഞ്ഞാൽ മാധ്യമ സാക്ഷരത അനുദിനം പുതുക്കിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. നവമാധ്യമ സാക്ഷരത അനുനിമിഷം പുതുക്കിക്കൊണ്ടേയിരിക്കേണ്ടതായതുകൊണ്ട് തന്നെ ഈ സാക്ഷരത നേടിയവരുടെ ബുദ്ധിയും പ്രവർത്തികളും വർത്തമാന കാലാവസ്ഥയുമായി നിരന്തരം സംവദിക്കുന്നതാണ്. സംസ്കാരം, രാഷ്ട്രീയം, അധികാരം, ഭാഷ, സാഹിത്യം, കല തുടങ്ങിയുള്ള സമസ്ത മേഖലകളെയും പുത്തൻ താത്വിക നിർവചനത്തിന് നവമാധ്യമങ്ങളുമായി വ്യവഹാര വിധേയമാക്കി. നവമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ വ്യക്തിയും ചെലവഴിക്കുന്ന സമയം തന്നെ ഏറെയാണ്. ഭൗതികമായ ചിന്തകളിലും സംവാദങ്ങളിലും വിനോദ രീതികളിലുമെല്ലാം നവമാധ്യമങ്ങളുടെ സ്വാധീനം നിർണായകമായി തീർന്നിരിക്കുന്നു. മുമ്പ് ആശയവിനിമയത്തിൽ മാധ്യമത്തെക്കാൾ സ്വാധീനം ഉള്ളടക്കത്തേക്കാൾ പ്രാധാന്യം മാധ്യമത്തിന് കൈവന്നിരിക്കുന്നു എന്ന മാർഷൽ മക്ലൂഹന്റെ അഭിപ്രായം മാധ്യമത്തിന്റെ അനിഷേധ്യമായ ശക്തിയാണ് ബോധ്യപ്പെടുത്തുന്നത്. തുടർന്ന് മാധ്യമം തന്നെയാണ് സന്ദേശമെന്ന് മക്ലൂഹൻ പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനത്തിനാസ്പദം മാധ്യമത്തിന്റെ ഏറ്റവും മുഖ്യമായ വശങ്ങൾ കിടക്കുന്നത് സാംസ്കാരികമായ ഉള്ളടക്കത്തിലല്ലെന്നും സാങ്കേതികമായ വിനിമയ രീതിയിലാണെന്നുമുള്ള നിർണയമാണ്. നെക്സ്റ്റ്
സ്റ്റീവൻസിന്റെ അഭിപ്രായത്തിൽ പുത്തൻ മാധ്യമങ്ങളുമായി ബന്ധപ്പെടുന്നവർ കാലഹരണപ്പെട്ട അച്ചടി സംസ്കാരം പ്രദാനം ചെയ്ത വീക്ഷണ രീതികൾ പരിത്യജിച്ചു കഴിഞ്ഞു. സൈബർ സ്പേസിന്റെ വിപുല വിസ്തൃതിയിലേക്ക് എഴുത്തിനെ മാറ്റിപ്രതിഷ്ഠിച്ചതിനൊപ്പം സാങ്കേതികതയുടെ സാധ്യതകളെ സർഗാത്മികതയുടെ ഭാഗമാക്കുകയും ചെയ്യുന്ന തലമുറയാണ് വർത്തമാനകാലത്തിന്റെ പ്രതിനിധികൾ. ഇന്റർനെറ്റ് സൃഷ്ടിക്കുന്ന പ്രതീതി യാഥാർത്ഥ്യമാണ്. സൈബർ സ്പേസ് കനേഡിയൻ എഴുത്തുകാരനായ വില്യം ഗിബ്സൺ ആദ്യമായ സൈബർ സ്പേസ് എന്ന വാക്കുപയോഗിച്ചതോടെ അതിൻ്റെ അനന്ത സാധ്യതകളിലേക്കുള്ള അന്വേഷണമാണ് പിന്മുറക്കാരായി കടന്നു വന്നവർ നിർവഹിച്ചത്. സ്ക്രീൻ പകർന്നു തരുന്ന വായനാനുഭവം പുസ്തകങ്ങൾ പകർന്നു തരുന്ന വായനാനുഭവത്തിൽ നിന്നും ഭിന്നമാണ്. സ്ക്രീൻ വായനയ്ക്ക് ഇന്റർനെറ്റ് മാധ്യമമാകുമ്പോൾ ഒന്നിൽ നിന്നും ലിങ്കുകളിലൂടെ മറ്റു പലതിലേക്കും പോകുവാനുള്ള സാധ്യത വായനയുടെ ഏകാഗ്രതയ്ക്ക് പകരം വായനയുടെ സാധ്യത വിപുലപ്പെടുത്തുകയാണ്. വായനയ്ക്കൊപ്പം തന്നെ കീബോർഡിൻ്റെയോ മൗസിൻ്റെയോ സഹായത്തോടെ രചനയും നിർവഹിക്കാനാവും. ഇങ്ങനെ സൃഷ്ടിക്കുന്ന പാഠങ്ങൾ നിമിഷ നേരം കൊണ്ട് ആഗോള വ്യാപകമായി വിനിമയം ചെയ്യുവാനുള്ള സാധ്യതയും പുതുകാലത്തിൻ്റെ സവിശേഷതയാണ്. ഇവിടെ നവമാധ്യമങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതേപോലെ ഇന്റർനെറ്റ് സാക്ഷരതയെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത് അല്ലേ ആ ഗദ്യഭാഗത്ത്. അപ്പോൾ അത് വായിച്ചിട്ട് അത് വ്യക്തമായ ശ്രദ്ധയോടുകൂടി വായിച്ചിട്ടാണ് അതിൻ്റെ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടത്. ആ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഗദ്യഭാഗം വായിച്ചിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കൂ. ഇന്റർനെറ്റ് മാധ്യമത്തിലൂടെയുള്ള സ്ക്രീൻ വായനയുടെ സവിശേഷത അല്ലാത്തത് ഏത്? അല്ലേ, ഇന്റർനെറ്റ് മാധ്യമത്തിലൂടെയുള്ള സ്ക്രീൻ വായന അതിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. എ, ഒന്നിൽ നിന്നും അനേകം ലിങ്കുകളിലേക്ക് പോകാൻ സാധിക്കുന്നു. ബി, വായനയ്ക്കൊപ്പം രചനയും സാധ്യമാകുന്നു. സി, വായനയുടെ സാധ്യത വിപുലമാകുന്നു. ഡി, പുതിയ പാഠങ്ങൾ സൃഷ്ടിക്കാനും വിനിമയം ചെയ്യാനും തടസ്സമാകുന്നു. ഏതാണ് നമ്മളത് വായിച്ചതിൽ നിന്നും ഏതാണ് അതിൻ്റെ ശരിയായ ഉത്തരം? പുതിയ പാഠങ്ങൾ സൃഷ്ടിക്കാനും വിനിമയം ചെയ്യാനും തടസ്സമാകുന്നു എന്നതാണ് ഇതിന് യോജിക്കാത്തത് അല്ലേ. അടുത്തത് നോക്കൂ. പുതിയ കാലത്ത് ആശയവിനിമയത്തിൽ വന്ന മുഖ്യമായ മാറ്റം എന്ത്? ഏതാണ് പുതിയ മാറ്റം? എ, സാംസ്കാരികമായ ഉള്ളടക്കം ഇല്ലാതായി. ബി, സാഹിത്യവും കലയും അവഗണിക്കപ്പെട്ടു. സി, ഉള്ളടക്കത്തിന് പ്രാധാന്യം വർദ്ധിച്ചു. ഡി, മാധ്യമത്തിന് പ്രാധാന്യം വർദ്ധിച്ചു. എന്താണ് ഉത്തരമായിട്ട് വരുന്നത്? മാധ്യമത്തിൻ്റെ ആ ഒരു പ്രാധാന്യം അല്ലെ, ആശയവിനിമയത്തിൽ വന്ന മുഖ്യ മാറ്റം എന്ന് പറയുന്നത് മാധ്യമത്തിന് വളരെയധികം പ്രാധാന്യം കിട്ടി എന്ന് തന്നെയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നവമാധ്യമങ്ങൾക്ക് യോജിക്കാത്ത പ്രസ്താവന ഏത്? നവമാധ്യമം എന്ന് പറഞ്ഞാൽ പുതിയ മാധ്യമങ്ങൾ, അതിന് യോജിക്കാത്ത പ്രസ്താവനയാണ് ചോദ്യം. നവമാധ്യമ സാക്ഷരത നിരന്തരം പുതുക്കപ്പെടേണ്ടതുണ്ട്. ബി, ഭൗതിക ജീവിതത്തിൽ നവമാധ്യമങ്ങൾ നിർണായക സ്വാധീനം ചെലുത്തുന്നു. സി, നവമാധ്യമങ്ങളുടെ മുഖ്യമായ വശം സാംസ്കാരികമായ ഉള്ളടക്കമാണ്. നവമാധ്യമങ്ങൾ വർത്തമാന കാലാവസ്ഥയുമായി നിരന്തരം സംവേദിക്കാൻ പ്രേരിപ്പിക്കുന്നു. എന്താണ് ശരിയായ വസ്തുത? നവമാധ്യമ സാക്ഷരത നിരന്തരം പുതുക്കപ്പെടേണ്ടതുണ്ട്. ഭൗതിക ജീവിതത്തിൽ നവമാധ്യമങ്ങൾ നിർണായക സ്വാധീനം ചെലുത്തുന്നു അല്ലേ. അപ്പോൾ എന്താണ് അതിൻ്റെ ആ ഒരു വശം എന്ന് പറയുന്നത്? നവമാധ്യമങ്ങളുടെ മുഖ്യമായ വശം സാംസ്കാരികമായ ഉള്ളടക്കമാണ് അല്ലേ. അതാണ് വർത്തമാനകാല സാക്ഷരതയുടെ സുപ്രധാന സവിശേഷത എന്താണ്? വർത്തമാനകാല സാക്ഷരത എന്ന് പറയുന്നതും അതിൻ്റെ സവിശേഷതയും എന്താണെന്ന ചോദ്യം. എഴുത്തും വായനയും അറിയൽ. ബി, നവമാധ്യമങ്ങളിലുള്ള അറിവ്. സി, ചരിത്രത്തിലുള്ള അറിവ്. ഡി, പാരമ്പര്യത്തെക്കുറിച്ചുള്ള അറിവ്. എഴുത്തും വായനയും അറിയുന്നതിനാണ് നമ്മൾ സാക്ഷരത എന്ന് പറയുക. പക്ഷേ ഇപ്പം മാധ്യമങ്ങളുടെ കാലത്ത് സാക്ഷരത എന്ന് പറയുന്നത് എന്താണ്? നവമാധ്യമങ്ങളിലുള്ള അറിവിനെയാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൈബർ സ്പേസ് എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചതാര്?
അതിൽ തന്നെയുണ്ട് വില്യം ഗിബ്സൺ, മാർഷൽ മക്ലൂഹൻ, നിക് സ്റ്റീവൻസൺ, നോം ചോംസ്കി. ആരായിരുന്നു? വില്യം ഗിബ്സൺ ആണ് അല്ലേ. അതിൽ വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഉത്തരം കിട്ടുന്നതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ കാറ്റഗറി 4 കേട്ടറ്റ് കാറ്റഗറി 4 വന്നിരിക്കുന്ന മലയാളമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തിരിക്കുന്നത്. എല്ലാ ഉത്തരങ്ങളും എങ്ങനെയാണ് എന്നുള്ളതും എങ്ങനെ ശരിയായ ഉത്തരങ്ങളിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.